ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീട്ടിൽ കസ്റ്റംസിന്റെ പരിശോധന. നടന്മാരുടെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടക്കുന്നു. ഓപ്പറേഷൻ ന്യൂംകോർ. താരങ്ങളുടെ വീടുകളിൽ പരിശോധന നടക്കുകയാണ്. കസ്റ്റംസിന്റെ പരിശോധന എന്നതാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ വരുന്ന വിവരങ്ങളിൽ ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇതുൾപ്പെടെ 30 സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഓപ്പറേഷൻ ന്യൂംകോർ വളരെ പ്രധാനപ്പെട്ടൊരു പരിശോധന ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. സാധാരണ പതിവില്ലാത്ത ഒരു ഓപ്പറേഷനാണ്. അതിപ്പോൾ പ്രധാനപ്പെട്ട നടന്മാരെ കേന്ദ്രീകരിച്ചാണ് എന്താണ് വ്യക്തമാകുന്നത്. 30 സ്ഥലങ്ങളിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന എന്നൊരു വിവരം കൂടി റിയ ബേബി പങ്കുവയ്ക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. റിയയെ വേഗത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നടന്മാരുടെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് റിയ പങ്കുവയ്ക്കുന്ന. ഓപ്പറേഷൻ ന്യൂംകോർ എന്നതാണ് ആ ഓപ്പറേഷന്റെ പേര്. താരങ്ങളുടെ വീടുകളിൽ പരിശോധന നടക്കുന്നു. 30 സ്ഥലത്തെങ്കിലും പരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. താരങ്ങളുടെ വീടുകളിൽ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ അവരുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലുമൊക്കെ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയാണ്. 30 ഇടങ്ങളിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. വാഹന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് എന്നതാണ് മനസ്സിലാവുന്നത്. ഭൂട്ടാനിൽ നിന്ന് വാഹനം എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ ന്യൂംകോർ എന്ന് പേരിട്ടിരിക്കുന്ന പരിശോധന കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചെന്ന്. പ്രദീപ്, എന്താണ് ഈ ഓപ്പറേഷൻ ന്യൂംകോർ? പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും ഉൾപ്പെടെ എവിടെയെല്ലാം ഈ പരിശോധന നടക്കുന്നുണ്ട്? ഈ ഭൂട്ടാൻ വാഹനക്കടത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, ഭൂട്ടാൻ പട്ടാളവും മറ്റും ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അവർ ലേലം ചെയ്യാറുണ്ട് നിശ്ചിത കാലാവധി കഴിയുമ്പോൾ. ഇത്തരത്തിൽ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ലേലം ചെയ്യുന്ന വാഹനങ്ങൾ വാങ്ങി പ്രധാനമായും ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ചലച്ചിത്ര താരങ്ങൾ, വൻകിട ബിസിനസ്സുകാർ തുടങ്ങിയവർക്ക് മറിച്ച് വിൽക്കുന്ന ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതേവരെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലായത്. കേരളത്തിൽ പല നടന്മാർക്കും ഇത്തരത്തിൽ വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് എന്നും അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കിയിരുന്നു. ഇത്തരത്തിൽ ഒരു മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ഒക്കെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടന്നു വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് ആദ്യമായി ഇത്തരമൊരു വിവരത്തെക്കുറിച്ച് അന്വേഷിച്ചത്. കൂടാതെ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനും ഈ വിവരം കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അവിടെ നിന്ന് ഭൂട്ടാൻ പട്ടാളം വളരെ കുറഞ്ഞ തുകയ്ക്കാണ് പലപ്പോഴും വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുന്നത്. എന്നാൽ ഇത് വളരെ വില കൂടിയ വാഹനങ്ങളാണ്, വളരെ ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള വാഹനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടനിലക്കാർ അത് രാജ്യത്തേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിൽ എത്തിച്ചതിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രമുഖരായ വളരെ സാമ്പത്തികമുള്ള പല ആളുകൾക്കും വളരെ ഉയർന്ന വിലയ്ക്കാണ് വിൽക്കുന്നത്. അതായത് ഏതാണ്ടൊരു 10-15 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന വാഹനമാണ് എങ്കിൽ പോലും 50 ലക്ഷം രൂപയ്ക്കും അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്കൊക്കെ മുകളിൽ കൊണ്ടുവന്ന് ഒരു വില പറഞ്ഞാണ് വിൽക്കുന്നത്. ഇവിടെ വാഹനം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം സൈനിക സംഘം, അതായത് ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. സ്വാഭാവികമായും വലിയ ഗുണനിലവാരമുണ്ട് എന്ന് കരുതുന്നു. മാത്രമല്ല വലിയ ബ്രാൻഡ് വാഹനങ്ങളാണ് ഇത്തരത്തിൽ പലപ്പോഴും വിൽക്കാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഇവിടെയുള്ള വിലയ്ക്ക് താഴെയായിരിക്കാം ഈ ഏജന്റുമാർ ഇവിടെ വാഹനം വിൽക്കുന്ന വില എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഒരു ലാഭമാണ് എന്ന് കണ്ട് വാങ്ങിക്കൂട്ടുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിൽ പല ബിസിനസ്സുകാരെയും ഇത്തരം ഏജന്റുമാർ സമീപിച്ചിരുന്നതായാണ് അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാവുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ നടപടികൾ തുടർന്നു വരികയാണ്. ഒപ്പം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനെയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇത്തരത്തിൽ ഒരു വാഹന ഇടപാട് നടക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനം ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതലായി രജിസ്റ്റർ ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ വാഹന കമ്പമുള്ള ആളുകൾക്ക് വളരെ ഉയർന്ന വിലയ്ക്ക് മറിച്ച് വിൽക്കുകയാണ് ഈ ഏജന്റുമാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതേക്കുറിച്ചാണ് വിപുലമായ അന്വേഷണം നടക്കുന്നത്. ഇത്തരത്തിൽ 180 വാഹനങ്ങളും എങ്കിലും ഇത്തരത്തിൽ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ വിൽക്കപ്പെട്ടു എന്നതാണ് ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം.